കമ്മ്യൂണിക്കേഷൻ കഴിയുമ്പോൾ ഓണാകും. കണ്ടോ, നല്ല വെട്ടമാണ്. നിങ്ങൾക്കിത് ഇൻവെർട്ടർ ബൾബ് ഒന്നും വേണ്ട. ഈ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മൊത്തം പരിപാടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് സൂപ്പർ വെളിച്ചമാണ് ഇതിന് വരുന്നത്. ഇതിൽ ഫാന് എല്ലാ സാധനവും നമുക്ക് കൊടുക്കാൻ പറ്റും. നമസ്കാരം, കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നമ്മുടെ എല്ലാ വീടുകളിൽ നമുക്ക് പവർ ബാങ്കുകളുണ്ട്. അത് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ പവർ എന്നാന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ചെറിയ പവർ ബാങ്കാണ്. ഇതിനകത്തേക്ക് നമുക്കിതുപോലെ വാങ്ങിക്കേണ്ടതുണ്ട്. ഇതുപോലെ ചെറിയ LED ബൾബ്. ഇതിന് കുറച്ച് ചെറിയ പ്രകാശം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ നേരിട്ട് ഇതിലേക്ക് കുത്തിയാൽ 5 വോൾട്ടിൽ തെളിയുന്ന LED ബൾബുകളാണിത്. ഇത് 5 വോൾട്ടിൽ തെളിയുന്നത് കൊണ്ട് തന്നെ ഇതിന് വളരെ പ്രകാശം കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള മറ്റൊരു പുതിയൊരു മാർഗ്ഗമാണ്. ഈ 5 വോൾട്ടിന് പകരം നമുക്ക് ഇതുണ്ട്, ഒരു ബക്ക് കൺവേർട്ടറാണ്. ഇതുണ്ടോ, കാണിച്ചുതരാം. ചെറിയൊരു ബക്ക് കൺവേർട്ടർ. ഇത് ബക്ക് ബൂസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന 5 വോൾട്ടിനെ നമ്മൾ 12 വോൾട്ടായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്ററാണ് ശരിക്കും ഈ ഒരു ചെറിയൊരു മൊഡ്യൂള്. ഞാൻ തെളിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, മറ്റേ കഴിഞ്ഞ് നല്ല പ്രകാശം ഇതിനുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് 12 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ഇതാണ് ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു പ്രീസെറ്റ് ഉണ്ട്. തിരിച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള വോൾട്ടേജ് സെറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇതിന് 36 വോൾട്ട് വരെ ഈ സംഭവത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഇതിനുള്ള ഒരു പ്രശ്നം ഇതുണ്ട്, രണ്ടെണ്ണം കണ്ടാൽ യാതൊരുവിധ വ്യത്യാസമില്ല. പക്ഷേ ഇതിലൊരെണ്ണം ഒറിജിനൽ, ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റോ. അപ്പം നിങ്ങളിത് ഷോപ്പിൽ ചെന്ന് മേടിച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇതിന് ഈ കൃത്യമായിട്ടുള്ള വർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത് ഇതിന് നല്ല ഹീറ്റായിരിക്കും. ബക്ക് ബൂസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല ഹീറ്റായിട്ട് എനർജി ഒരുപാട് നമുക്ക് ലോസ് വരും, നഷ്ടം വരാണ്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു മെത്തേഡ് നമുക്ക് അത്ര പൂർണ്ണമായിട്ടൊരു സക്സസ് ആയിട്ടുള്ളൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സക്സസ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതുകൊണ്ട് ഒരു ചെറിയ ഒരു മൊഡ്യൂളാണിത്. ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും നമ്മളുടെ ഈ പവർ ബാങ്കിന് പുറത്ത് വെച്ചാണ് ഇപ്പം ഞാൻ കാണിച്ച മൊഡ്യൂളാണെങ്കിൽ അതിനെ പവർ നമ്മൾ കൂട്ടുന്നത് 5 വോൾട്ടിനെ 12 വോൾട്ടാക്കിയിട്ട് നമ്മളതിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പവർ ബാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 12 വോൾട്ട് ഔട്ട്പുട്ട് വരുവാണെന്ന് വരികില്ല. നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളും അതിനകത്ത് ഹീറ്റോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല എഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു ഫാസ്റ്റ് ചാർജിങ് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജർ അല്ലെങ്കിൽ QC അല്ലെങ്കിൽ ഓക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ ഈ ചാർജറുമായിട്ട് കണക്റ്റ് ആക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു കമ്മ്യൂണിക്കേഷനാണ് പിന്നെ നടക്കുന്നത്. അതായത് മൊബൈൽ ഫോണിൽ നിന്നും ഒരു സിഗ്നൽ ഈ ചാർജറിലേക്ക് പോകും. അതായത് ശരിക്കും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു ഡിവൈസാണ് ഞാൻ. നിനക്ക് അതിൽ നിന്നും എനിക്ക് ഇങ്ങോട്ട് എത്രമാത്രം ചാർജ് തരാൻ പറ്റും, ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള സപ്പോർട്ടിങ് നിനക്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് പോകും. അപ്പോൾ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പവർ ബാങ്കിന് ഈ ഫാസ്റ്റ് ചാർജിങ് കൊടുക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അതിനകത്ത് തിരിച്ച് അങ്ങോട്ട് റിട്ടേൺ ഒന്നും ചെല്ലത്തില്ല. ഒരു മെസ്സേജും ചെല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് സാധാരണ 5 വോൾട്ടിൽ തന്നെ സാധാരണ നോർമൽ ചാർജിങ് നടക്കും. ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി ഉണ്ടെന്ന് വരികിൽ ഈ ചാർജർ ഈ മൊബൈലിനോട് പറയും എനിക്ക് എത്ര വോൾട്ട് വേണമെങ്കിലും 12, 20 എത്ര വോൾട്ടേജ് വേണമെങ്കിലും തരാനും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം എനിക്കുണ്ട് എന്നുള്ളത് ഈ മൊബൈലിനോട് തിരിച്ച് ഈ ചാർജർ പറയും. തിരിച്ച് മൊബൈൽ അപ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്രയാണ് വോൾട്ട് വേണ്ടത്, 18 ആണെങ്കിൽ 18, 12 ആണെങ്കിൽ 12, ഇത്ര വോൾട്ടാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിൽ ഹാൻഡ് ഷേക്ക് എന്ന് പറയും. ഇവർ തമ്മിൽ ആ കമ്മ്യൂണിക്കേഷൻ പൂർത്തീകരിക്കുന്ന ആ സംഭവത്താണ് ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഹാൻഡ് ഷേക്ക് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 12 വോൾട്ട് ആക്കി ഇതിൻ്റെ ഔട്ട്പുട്ട് മാറ്റുകയും മൊബൈൽ ഫാസ്റ്റ് ചാർജിങ് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും സാധാരണ രീതിയിൽ നോർമലി ഈ ചാർജറുടെ എല്ലാ ഔട്ട്പുട്ടിൽ 5 വോൾട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പവർ ബാങ്കിൻ്റെ ഔട്ട്പുട്ടിലാണെങ്കിലും 5 വോൾട്ടേ ഔട്ട്പുട്ട് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതിനൊരു സിഗ്നൽ ചെന്ന് അതിനെ ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ ഉള്ളൂ, അല്ലെ ട്രിഗർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് 12 വോൾട്ടിലേക്കോ 18 വോൾട്ടിലേക്കോ ഒക്കെ ചാടി വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ട്രിഗർ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് പുറത്തേക്ക് 12 വോൾട്ട് ചാടിക്കുന്ന ആ ട്രിക്ക് നമ്മൾ ഈ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് അതേ സെയിം സംവിധാനം തന്നെ. അതായത് അപ്പോൾ ഈ മൊഡ്യൂള് നമ്മൾ പവർ ബാങ്കിലേക്ക് കുത്തി കഴിയുമ്പോൾ ഈ മൊഡ്യൂൾ പവർ ബാങ്കിനോട് പറയും എനിക്ക് 12 വോൾട്ട് ആവശ്യമുണ്ട്, നിനക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ പവർ ബാങ്ക് പറയും എനിക്ക് 12 വോൾട്ട് തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഞാൻ തരാമെന്ന് പറയും. എന്നാൽ ഓക്കെ തരാൻ പറയുമ്പോൾ ഇത് 12 വോൾട്ട് തരും. അപ്പോൾ ഒരു ചെറിയ ഡിലേ വരും. അത് ഞാൻ നിങ്ങളെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കൃത്യമായിട്ടും. ഒരല്പം ഡിലേ വരും ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്ന് പാസ്സായി വരാൻ വേണ്ടി. അത് പാസ്സായി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 12 വോൾട്ട് വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ചാടിച്ചിരിക്കുന്ന 12 വോൾട്ട് കൊണ്ട് നമ്മളെല്ലാ സംഭവങ്ങളും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് കൊടുത്തിരിക്കുകയാണ്, കണ്ടോ, ഇതുണ്ട്. ഇത് ഒരെണ്ണം തെളിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം കൊണ്ട് ഇതേ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും അത് കൊടുത്താലും തെളിയും. ഇങ്ങോട്ട് കാണിച്ചു തരാം, ഒരെണ്ണം കൊടുത്ത് കാണിച്ചു തരാം. ഇതുണ്ട് 2 ഇനി തെളിയും. ഇനിയും കൊടുത്താൽ ഇനി വേണം എന്തുവേണം കൊടുക്കാം. ഇത് നല്ല പവറാണിത്. എത്ര കൊടുത്താലും നമുക്കൊരു ബൾബ് മാല കൊടുക്കാം ഇനി ഇതിലേക്ക്.
കണ്ടോ ബൾബ് മാല കൊടുത്തു, അതും തെളിയും. ഇതുണ്ടോ ബൾബ് മാലയും ബൾബ് ഇതെല്ലാം തെളിയും. ഇത് നല്ല പവറാണ് ഇതിന്. അപ്പം ഇതിനകത്ത് സംഭവം വെച്ചാൽ ഇതിനകത്ത് ഹീറ്റ് എനർജി ആയിട്ടോ അങ്ങനെ ഒന്നും ഈ സംഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ പവർ ബാങ്ക്, ഇത് കണ്ടോ കൊച്ചു പവർ ബാങ്കിൽ ചെറുതാണ് കാര്യം പറഞ്ഞാൽ, പക്ഷേ അതിനകത്തുനിന്ന് വളരെ ഈസി ആയിട്ട് ഈ ഔട്ട്പുട്ട് നമുക്ക് കണ്ടോ ഇതിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒരു ടെക്നിക്ക് ഇതിനകത്ത് കണ്ടോ. ഇത് കഴിയുമ്പോൾ ഇതാ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഒരു ശകലം ഡിലേ വരുന്നത് കണ്ടോ. ഇത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ, നോക്കിയോ കണ്ടോ. ഇത് കമ്മ്യൂണിക്കേഷൻ കഴിയുമ്പോൾ ഓണാകും കണ്ടോ. നല്ല വെട്ടമാണ്. നിങ്ങൾക്ക് ഇത് ഇൻവെർട്ടർ ബൾബ് ഒന്നും വേണ്ട ഈ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മൊത്തം പരിപാടി നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് സൂപ്പർ വെളിച്ചമാണ് ഇതിന് വരുന്നത്. ഇതിൽ ഫാന് എല്ലാ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കൊരു LED ബൾബ് കൊടുക്കാം കണ്ടോ. നല്ല സൂപ്പർ വെട്ടം ഇതുണ്ട്. കാരണം ഇതിവിടെ കൊടുക്കാം, ഓവർണോടെ കൊടുക്കാം കണ്ടോ. സൂപ്പർ വെട്ടം, 2 എണ്ണം കണ്ടോ, സൂപ്പർ വെട്ടം. ഇനി നമുക്ക് എന്താ ഒരു ഫാനുണ്ട് അല്ല കണ്ടോ, ഒരു LED സ്ട്രിപ്പ് കൊടുക്കാം. LED ബൾബാണ്, LED മാല ബൾബാണ്, ഇതുകൂടെ കൊടുക്കാം. LED മാല ബൾബ് ഒരെണ്ണം, ഇനിയും വേറെ ഉണ്ട് മാല ബൾബ് കേട്ടോ, ഒരെണ്ണം കൊടുത്ത് കാണിക്കാം. ഇത് LED മാല ബൾബാണ് ഉണ്ടോ, അതും തുടങ്ങി ഉണ്ടോ. ഇത് ഉണ്ട് ഈ പവർ ബാങ്കിൽ നിന്നാണെന്നെങ്കിൽ സംശയം വേണ്ട, പലരും ചിലപ്പോൾ സംശയം പറയും. ഞാൻ ഊരി കാണിക്കാം. ഇതാണേ കണ്ടോ, ഇത് കുത്തുമ്പോൾ കണ്ടോ. ഇത് ഞാൻ പറഞ്ഞത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ചെറിയ ടൈം എടുക്കുന്നു. കുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ വരില്ല. ഇത് കുത്തിയാൽ ആദ്യമേ വരുന്നത് 5 വോൾട്ട് ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പം ആ കമ്മ്യൂണിക്കേഷൻ പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തെളിയും നമുക്ക് കാണാം. അതുകൊണ്ട് ഇപ്പോൾ കുത്തിയിട്ടുണ്ട്, ഇപ്പോൾ 5 വോൾട്ട് വന്നു, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടന്നു, അതിനുശേഷം പാസ്സായി കണ്ടോ. അതാണ് സംഭവം. ഒന്നുകൂടെ കാണിച്ചു തരാവേ കണ്ടോ. 5 വോൾട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, ഇപ്പോൾ ഔട്ട്പുട്ട് വരും കണ്ടോ, ഔട്ട്പുട്ട് വന്നു. പിന്നെ ഇതിനകത്തൊരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നോക്കണേ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇപ്പോൾ ചാർജറിലാണ് കേട്ടോ. ചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ചാർജിങ് ഇതുണ്ട്, ചാർജിങ് കുത്തി സ്വിച്ച് ഓൺ ആക്കുകയാണെങ്കിൽ കണ്ടോ അത് കിട്ടും. അതായത് നമ്മുടെ ഈ ചാർജ് ചെയ്യുന്ന ഈ സംവിധാനം, ഈ പവർ ബാങ്ക് ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുക, ഈ ചാർജിങ്ങിനോടൊപ്പം തന്നെ ഇത് തെളിയത്തില്ല. പക്ഷേ നമ്മളപ്പം ഇപ്പം കറണ്ട് പോകാമെന്ന് വെച്ചാൽ നോക്കിയോ, അത് ഓഫ് ചെയ്യാം, കറണ്ട് പോയി, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ട് ഇപ്പോൾ തെളിയും നോക്കണേ കണ്ടോ. കറണ്ട് പോയി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ പാസ്സായിട്ട് അതെല്ലാം ഓട്ടോമാറ്റിക് അറിയാം. അപ്പോൾ നമുക്കിത് ഇൻവെർട്ടറിന് പകരം നമുക്കിതുപോലെ നമുക്കിത് ഉപയോഗിക്കാം. അതായത് നമ്മളിങ്ങനെ ബൾബ് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2 ബൾബോ കൊടുത്ത് നമ്മളിത് ചാർജറിൽ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാറിന് ഇത് തെളിയത്തില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ കടയൊക്കെ ആണെങ്കിൽ രാത്രി ആകുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കപ്പാസിറ്റി അതിൻ്റെ ചാർജോടെ പോകുമ്പോഴത്തേക്ക് ഇത് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ അത് കറണ്ട് പോയി കഴിഞ്ഞാൽ തെളിയും കണ്ടോ, എല്ലാം കൂടെ തെളിയുന്നേ. ഓക്കെ, ഇത് ഞാനിനി വേറെ സംഭവം കാണിച്ചു തരാം. ഇത് മാറ്റിയിട്ട് ഇതിപ്പോൾ ഇത്ര ഇത് കണക്ടർ ഇത്ര ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ കൊടുക്കാം. ഇത് കൂടുതൽ പവർ ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇതായിക്കോളൂ കേട്ടോ, ഓഫാവും. ബൾബ് മാറ്റിയിട്ട് ഇതിൽ ഞാൻ തെളിയുന്ന വർക്ക് ചെയ്യുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് കിടക്കട്ടെ. ഇതുണ്ടോ, ഇനി ഇതുണ്ടോ ഒരു ഫാൻ, നല്ല പവർഫുള്ളായിട്ടൊരു ഫാനാണേ. ഈ ഫാൻ കൊടുത്ത് കാണിച്ചു തരാം. നമുക്ക് അത്യാവശ്യം കാറ്റ് കൊള്ളാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സുഖമായിട്ട് ഈ ഫാൻ മതി. കണ്ടോ, നല്ല സൂപ്പറായിട്ടാണ് കറങ്ങുന്നത് കണ്ടോ, നല്ല കാറ്റാണ്. ഫാൻ ഒരു കുഴപ്പമില്ലാതെ കറങ്ങും കണ്ടോ. ഇവിടെ ഇരിക്കട്ടെ, ഭയങ്കര ഒച്ചയല്ലേ. ഫാൻ ഓൺ ചെയ്യാം. ഇത് ഫാൻ കറങ്ങും. പിന്നെ വേറെ എന്നാ കാണിക്കണ്ടേ, ഇനി അടുത്തതായിട്ട് നമുക്കിത് കണ്ടോ, ഇതിവിടെ LED വലിയ നിയോൺ ബൾബ് എന്ന് പറഞ്ഞാൽ നിയോൺ LED എന്ന് കൊണ്ട് വരുന്ന സ്ട്രിപ്പുണ്ട്. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ കിടന്നതാണേ, ഇതൊന്ന് കണക്ട് ചെയ്യാം കണ്ടോ, അതൊരു വിഷയമില്ല കണ്ടോ, അതും തെളിഞ്ഞു. ഇനി എന്താണ് വേറെ, ഇനി ഇതുണ്ടോ ഒരു സെറ്റ് ടോപ്പ് ബോക്സ് ഉണ്ട്. നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സ് ടാറ്റ സ്കൈയുടെ അതുകൂടെ ഒന്ന് കൊടുക്കാം. നമുക്ക് എങ്ങനെ വരുമെന്ന് അറിയാമല്ലോ. സെറ്റ് ടോപ്പ് ബോക്സ് കൊടുത്തിട്ടും കൊടുക്കാം. കണ്ടോ, സെറ്റ് ടോപ്പ് ബോക്സ് ഓണായി കണ്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത്
എന്ത് സംഭവം കൊടുത്താലും ഇത് പക്കായിട്ട് വർക്ക് ചെയ്യും. ഇതുകൊണ്ട് ഒരു LED ബൾബ് പോയിട്ടുണ്ട്, ഇതുകൂടെ ഞാൻ കൊടുക്കാം ഇതിലേക്ക്. അതും തെളിഞ്ഞു. ഇനിയിപ്പോൾ കൊടുക്കാൻ ഉള്ള പിന്നില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കൊടുത്താലും ഇതെല്ലാം ഇത് തെളിയും. ഈ പിന്നിലേക്ക് കൊടുക്കാം. കണ്ടോ ബൾബ്, അതും തെളിഞ്ഞു. കണ്ടോ, എന്തേരം കൊടുത്താലും ഇതെല്ലാം തെളിയും. ഇത് പവർ ബാങ്കിൽ നിന്ന് തന്നെയാണ്, ഒന്നുകൂടെ ഞങ്ങൾ ഉറപ്പ് വരുത്തിക്കോട്ടെ. ഇത് കണ്ടോ, ഊരി കാണിക്കാം. കണ്ടോ, ഇപ്പം തെളിയും. എല്ലാം കൂട്ടിയിടാം. കണ്ടോ, 4 എണ്ണം കൊടുക്കാനുള്ള കേബിളേ നമ്മളിത് കണക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഉണ്ടോ, ഈ പവർ ബാങ്കിൽ ഇത്രയും സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ തെളിച്ചുണ്ട്. ഇനിയും ഇത് കൂടുതൽ വേണമെങ്കിൽ തെളിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ചെറിയ കടക്കാർ അതേപോലെ തന്നെയുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഉള്ള ഒരു പ്രധാന കാരണം വെച്ചാൽ ഇപ്പോൾ ഈയിടെ ക്രിസ്മസ് ആയിരുന്നല്ലോ. അപ്പോൾ ക്രിസ്മസിന് ഈ കരോളിന് പോകാനായിട്ട് പിള്ളേർ എൻ്റെ അടുക്കൽ വന്നിട്ട് അവർ പറഞ്ഞിങ്ങനെ അവരുടെ അടുക്കൽ കുറച്ച് പവർ ബാങ്കുകളുണ്ട് എല്ലാവരുടെയും വീട്ടിൽ കൂടെ. പക്ഷേങ്കിൽ അവർക്ക് പോകുമ്പം കുറേ ബൾബ് മാലകൾ തെളിക്കണം. അപ്പോൾ 12 വോൾട്ടിലാണ് ബൾബ് മാലകളെല്ലാം തെളിയുന്നത്. അപ്പോൾ ഇത് 5 വോൾട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇത് 12 വോൾട്ടിലുള്ള ഈ ബൾബ് മാലകളൊന്ന് തെളിക്കാനായിട്ട് എന്തെങ്കിലും സമയം ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ശരിക്കും ഈ ഒരു സംഭവം. ഇതുപോലെയുള്ള ബൾബ് മാലകൾ നമുക്ക് സുഖമായിട്ട് ഇതിൽ ഇഷ്ടം പോലെ തെളിക്കാം. നമ്മൾ ഇൻവെർട്ടർ ബൾബുകളൊക്കെ ഉണ്ടല്ലോ, ഇൻവെർട്ടർ ബൾബുകൾ ഒരു കാരണവശാലും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കാലം ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരും. കാരണം നമ്മുടെ പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ 1 വർഷമൊക്കെ 1-2 വർഷം വാറണ്ടി കിട്ടുന്നതാണെന്ന്. അതിൻ്റെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ലിഥിയം അയൺ ബാറ്ററികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ചാർജിങ്ങിൻ്റെ ആ സംവിധാനമൊക്കെ ആണെങ്കിലും അങ്ങനെ സാറിന് ഇതൊന്നും പോകാറില്ല. നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നല്ല കമ്പനിയുടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പവർ ബാങ്ക് ആണെങ്കിൽ നമുക്ക് ഒരു വിഷയം ഇതിനകത്ത് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പവർ ബാങ്കിൽ നമ്മളിങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ വെച്ച് 2 ബൾബും കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഞാൻ കാണിച്ചു തന്നല്ലോ, കറണ്ട് പോകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞോളും ഇതെന്ന് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ തെളിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 2 ബൾബും ഇത് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇൻവെർട്ടർ ബൾബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും അത് പോകും. മാത്രമല്ല അതിന് വലിയ ചെറിയ വെളിച്ചമുള്ളൂ കറണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും. അപ്പം ഒത്തിരി ആൾക്കാർ ഇൻവെർട്ടർ മേടിക്കാൻ പറ്റത്തില്ലാത്ത ആൾക്കാർ ഈ ഇങ്ങനെയുള്ള ചെറിയ ഇൻവെർട്ടർ ബൾബുകൾ മേടിച്ചിട്ട് വളരെ ചെറിയ വെളിച്ചം, അതുപോലെ തന്നെ 10, 350, 400, 500 കൊടുത്ത് ഇത് മേടിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ഒരു കുഞ്ഞിടി വെട്ടുമ്പോഴത്തേക്ക് അത് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രശ്നമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പവർ ബാങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പവർ ബാങ്കിന് വേണ്ടി എക്സ്ട്രാ വാങ്ങിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവങ്ങളും മൊഡ്യൂളും സാധനങ്ങളും ഒക്കെ നിങ്ങൾക്ക് കടകളിൽ, അതായത് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സുകൾ കിട്ടുന്ന കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പവർ ബാങ്കിൽ നിന്നും 12 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാനുള്ള ഡെലിവറി മൊഡ്യൂളിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അവിടെ. അപ്പോൾ പലരും ഇതേപോലെ ഓരോ സംഭവങ്ങൾ ഞാൻ കാണിച്ച് കഴിയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടാ അതിങ്ങനെ തന്നേക്ക് പോകുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തന്നേക്കാം. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടിലെ ഫുൾ അഡ്രസ്സും ചേർത്ത് എനിക്ക് താഴെ കാണുന്ന ഈ സ്ക്രീനിൽ തന്നെ താഴെ കാണുന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ സാധനം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ, ഇത് സോളാറിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അഡീഷണൽ എക്സ്ട്രാ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെയുള്ള വീഡിയോകളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.